നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതൊന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല ചീരു. നമ്മള് ദൈവത്തെ പോലെ കരുതിയൊരു മനുഷ്യനെ നമ്മളെ വിഡ്ഢിയാക്കിക്കൊണ്ട് വേറൊരുത്തിയെ മനസ്സിൽ വെച്ച് നടക്കാന്ന് പറഞ്ഞ അതൊന്നും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല മോളെ. ആ വേദന അനുഭവിച്ചവർക്കേ അറിയൂ. വേറെന്തൊക്കെ തെമ്മാടിത്തരം ചെയ്താലും വിനയനൊരിക്കലും നിന്നെ മറന്ന് വേറൊരു പെണ്ണിന്റെ കൂടെ പോയിട്ടില്ലല്ലോ. എടി, അവന് നീയെന്ന് വെച്ച ഭ്രാന്ത. ആ ഭ്രാന്ത് വേറൊരു തലവേദന ചേച്ചി. നമ്മളെ സംശയിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യം തരാതെ എന്തിനും ഏതിനും കണക്ക് പറഞ്ഞ് ഭാര്യ അടിമയായി കാണുന്നൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതാ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ദുർവിധി. അങ്ങനെയുള്ളവരൊരിക്കലും സ്വയം തിരുത്തില്ല. സ്വാർത്ഥതയും സംശയവും അവരുടെ രക്തത്തിലുള്ളതാ. രഘുവേട്ടൻ അങ്ങനെയല്ല. തന്റെ തെറ്റ് ഏറ്റു പറയാനും തിരുത്താനുള്ള മനസ്സ് രഘുവേട്ടനുണ്ട്. ലച്ചുമോളെ ഓർത്തെങ്കിലും ചേച്ചി രഘുവേട്ടനോട് കാണിക്കുന്ന അവഗണനയും വിദ്വേഷവും ഒന്ന് കുറയ്ക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ശ്രമിക്കുന്നുണ്ട് ചീരു. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും എന്റെ ലച്ചുമോൾക്ക് വേണ്ടി അവളുടെ അച്ഛനോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. അത് പോരെടി. തന്റെ തെറ്റ് ഏറ്റു പറയാനും തിരുത്താനുള്ള മനസ്സ് രഘുവേട്ടനുണ്ട്. ഹലോ അങ്കിൾ. ആ രഘു, എന്തൊക്കെയുണ്ടോ വിശേഷം? നീ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. അല്ലങ്കിള്, വിളിച്ചു പറയാനായിട്ട് നല്ല വിശേഷം എന്തെങ്കിലും വേണ്ടേ? അത് ശരി. എടാ രഘു, നീയല്ലേ ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അണ്ണൻ ഇങ്ങോട്ട് വന്ന കാര്യം ഞാൻ അറിഞ്ഞു. നീ കുടുംബം നോക്കി അവിടെ ഇരിക്കുമ്പോ അതിന്റെ ഒരു മതിപ്പ് നിനക്ക് കിട്ടണ്ടല്ലേ? പണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും ബാക്കിയുള്ളവരുടെ മുമ്പില് അമ്പിളി ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലെ പുകഴ്ത്തി പറയുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അമ്പിളി അത് കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല അങ്ങളെ. ചില നേരത്ത് ഭയങ്കര സങ്കടവും നിരാശയൊക്കെ തോന്നുക. എടാ, ഒരു കുടുംബമാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും രഘു. അതിന്റെ പേരിൽ നിരാശപ്പെട്ടിട്ടും തളർന്നിട്ടും ഒരു കാര്യമില്ല. നിന്റെ സത്യം നീ അമ്പിളിയുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം. അതുവരെ നീ എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അത് തന്നെ അങ്ങളെ എന്റെ തീരുമാനം. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചിട്ടായാലും അമ്പിളിയുടെ മുമ്പിൽ ഞാൻ സത്യം തെളിയിക്കും അങ്ങളെ. പിന്നെ എനിക്ക് പറ്റിയ തെറ്റ് അതെന്താന്ന് വെച്ചാ അമ്പിളിയോടെല്ലാം തുറന്നു പറഞ്ഞില്ല എന്നുള്ള ഒരു പിഴവ് മാത്രമാ. അതിന് ഇത്ര വലിയ ശിക്ഷ അവൾ എനിക്ക് തരണ്ടായിരുന്നു. എന്റെ മോളെ പോലെ എന്നെ അകറ്റുക അങ്കിളെ. അത് കാണുമ്പോ ചങ്ക പൊട്ടിപ്പോവാ. ഞാൻ എങ്ങനെ നോക്കിയതാ അവളെ മോളെ. എന്നിട്ടൊരു നിസ്സാര കാര്യത്തിനല്ല അവൾ എന്നോട് ഇങ്ങനെ. എടാ പോട്ടരു, സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഞാനും അവളോട് സംസാരിക്കാം. അങ്കിൾ എപ്പോഴാ വരുന്നേ? ഇന്നലെ വരുമോ?
കമ്പനിയിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഞാനൊന്ന് ഇൻകം ടാക്സ് ഓഫീസിൽ കയറിയതിനു ശേഷം അങ്ങോട്ട് വരാം. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ പിടിപ്പത് പണിയാണെന്ന് അറിയാലോ. ആ എനിക്കറിയാം അങ്കിള്. അങ്കിള് ഈ കമ്പനിക്കാരും മാത്രമല്ലല്ലോ, അത് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ആ മിയമോള് സുഖമായിട്ടിരിപ്പുണ്ട്. ആ കൊച്ചിന്റെ അസുഖം ഏതാണ്ട് ഭേദമായിക്കൊണ്ടിരിക്കുക. അവൾ കുറച്ച് നടക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങി. ആണോ? ഈശ്വര, എന്റെ ലൈഫ് ഇങ്ങനെ ആയെങ്കിലും അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എനിക്കത് മതി. ശരി, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. വെക്കട്ടെ? ശരിയെങ്കിലും. മതി സോന, മതിയോ? അമ്മേ വാ കഴിക്കാം. പ്രതിഭ ആ പ്ലേറ്റിംഗ് എടുത്തേ. അമ്മ ഇങ്ങോട്ട് ഇരിക്ക, ഞാൻ എടുത്തുതരാം. സോനെ വേണ്ട വേണ്ട, അമ്മയ്ക്ക് ഇന്ന് ഫുഡ് കൊടുക്കേണ്ട ഡ്യൂട്ടി എനിക്കല്ലേ, ഞാൻ കൊടുത്തോളാം. ദാ